And welcome to the new video on industrial instrumentation and automation. So in this video, I'll be giving a brief overview about virtual instrumentation and the architecture of virtual instrumentation. So we were discussing about module 4. So module 4 first portion കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റംസ് ഓർ മെംസ്. അപ്പോൾ അതിലെ മെംസ് ആക്സിലറോമീറ്റേഴ്സ് ആണ് അവസാനം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനിയുള്ളൊരു ചെറിയൊരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം ആണ്. ഓക്കെ, സോ അതിൻ്റെ ആർക്കിടെക്ചർ ആണ് മെയിനായിട്ട് ഒന്ന് പറയാനുള്ളത്. പിന്നെ വിർച്വൽ ഇൻസ്ട്രുമെൻറ്റ്സും ട്രഡീഷണൽ ഇൻസ്ട്രുമെൻറ്റ്സും തമ്മിലൊരു കമ്പാരിസൺ. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫിക്കൽ പ്രോഗ്രാമിംഗ്. ഇപ്പോൾ വളരെ ഇൻട്രൊഡ്യൂസറി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ബേസിക്സ് ഓഫ് വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം, അതിൻ്റെ ഒരു സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രാമാറ്റിക് ആർക്കിടെക്ചറിൻ്റെ ഡിസ്കഷനുമാണ്. ഓക്കെ, സോ what is an instrument? So basically instrument is a device which collect the data, analyze the data and display information. Okay, data collect ചെയ്ത് analyze ചെയ്ത് information display ചെയ്യുന്നത് ആയിട്ടുള്ളൊരു സെറ്റപ്പ് എന്നുള്ള രീതിയിൽ ഒരു ഡിവൈസ് എന്ന രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിനെ പറയാവുന്നതാണ്. ഇപ്പോൾ അതിൽ പല പല തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ് വരാം. ട്രാൻസ്ഡ്യൂസർ, ഓസിലോസ്കോപ്പ്, ഡിജിറ്റൽ മൾട്ടിമീറ്റർ, ഇതൊക്കെ ഓരോ ഇൻസ്ട്രുമെൻറ്റുകളാണ്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന, അതായത് ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതല്ല, മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ട്രഡീഷണൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ കൺവെൻഷണൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ അതും ഇപ്പോൾ അധികം യൂസിൽ വരുന്ന വിർച്വൽ ഇൻസ്ട്രുമെൻറ്റ്സും എന്താണ് ഈ വിർച്വൽ ഇൻസ്ട്രുമെൻറ്റ്, എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ഓവർ ട്രഡീഷണൽ ഓർ കൺവെൻഷണൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. So virtual instrumentation is an interdisciplinary field that merges sensing hardware and software technologies in order to create flexible and sophisticated instruments for control on and monitoring applications. Okay, അപ്പോൾ ഇവിടെ വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷനിൽ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ടെക്നോളജീസ് മേർജ് ചെയ്യാണ്, കമ്പൈൻ ചെയ്യാണ്. എന്നിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസിൻ്റെയൊക്കെ കൺട്രോളും മോണിറ്ററിങ്ങും ഒക്കെ ഈസി ആയിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് വരുന്നത്. ആൻഡ് വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഈസ് ദ യൂസ് ഓഫ് കസ്റ്റമൈസബിൾ സോഫ്റ്റ്വെയർസ് ആൻഡ് മോഡുലാർ മെഷർമെൻറ്റ് ഹാർഡ്വെയർ ടു ക്രിയേറ്റ് യൂസർ ഡിഫൈൻഡ് മെഷർമെൻറ്റ് സിസ്റ്റംസ് കോൾഡ് വിർച്വൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇതാണ്, കസ്റ്റമൈസബിൾ സോഫ്റ്റ്വെയർ. കസ്റ്റമൈസബിൾ സോഫ്റ്റ്വെയർ ഇത് കൺവെൻഷണൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ ഒരു സോഫ്റ്റ്വെയർ പാർട്ട് ഉണ്ടായിരുന്നില്ല, ഹാർഡ്വെയർ പാർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ വരുമ്പോൾ ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് കസ്റ്റമൈസബിൾ സോഫ്റ്റ്വെയർ ആൻഡ് മോഡുലാർ മെഷർമെൻറ്റ് ഹാർഡ്വെയർ ടു ക്രിയേറ്റ് യൂസർ ഡിഫൈൻഡ് മെഷർമെൻറ്റ് സിസ്റ്റംസ്. യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ് സിസ്റ്റംസ്. എന്താ യൂസർ ഡിഫൈൻഡ് ആണ് ഇവിടെ, എൻ്റെ ഡിഫൈൻഡ് അല്ല, യൂസർക്ക് ഡിഫൈൻ ചെയ്യാം. നമുക്കത് പ്രോഗ്രാം കോഡിങ് മാറ്റിയിട്ട് സോഫ്റ്റ്വെയർ പ്രോഗ്രാമിൽ ചേഞ്ച് വരുത്തിയിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ ചെറുതായിട്ട് മാറ്റണമെങ്കിൽ മാറ്റാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വെൻ കമ്പയർ ടു കൺവെൻഷണൽ. ആൻഡ് വിർച്വൽ ഇൻസ്ട്രുമെൻറ്റ് പ്രൊവൈഡ്സ് ഓൾ ദ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ നീഡഡ് ടു അക്കംപ്ലിഷ് ദ മെഷർമെൻറ്റ് ഓർ കൺട്രോൾ ഓഫ് എ ടാസ്ക്. ഒരു പെർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ട് ഒരു പാക്കേജ് ആയിട്ടാണ് ഇത് വരിക. അപ്പോൾ ഫോർ ലാബ് വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാക്കേജുകളുണ്ട്. ലാബ് വ്യൂ സോഫ്റ്റ്വെയർ പ്ലസ് അതിൻ്റെ കുറച്ച് ഹാർഡ്വെയറും കൂടിയിട്ടുള്ള സെറ്റപ്പായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാനുള്ള ആവശ്യമുള്ള ഹാർഡ്വെയറുകളും പ്ലസ് ഈ സോഫ്റ്റ്വെയറും ഉണ്ടായിരിക്കും. ഈ സോഫ്റ്റ്വെയർ ഫ്ലെക്സിബിൾ ആണ് അല്ലെങ്കിൽ കസ്റ്റമൈസബിൾ ആണ് എന്നുള്ളതാണ് അവിടുത്തെ മെയിനായിട്ടുള്ള കാര്യം വരുന്നത്. സോ ഫൈനലി ഒരു ഡെഫിനേഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ വിർച്വൽ ഇൻസ്ട്രുമെൻറ്റ്, VI യൂസ് ചെയ്യുന്നത് വിർച്വൽ ഇൻസ്ട്രുമെൻറ്റ് തന്നെയാണ്. A virtual instrument is defined as an industry standard computer equipped with user-friendly application software, cost-effective hardware, and driver software that together perform the functions of traditional instruments. Okay, so it's a industry standard computer equipped computer. അപ്പോൾ ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടർ ആണ് വിച്ച് ഈസ് എക്യുപ്ഡ് വിത്ത് യൂസർ ഫ്രണ്ട്ലി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ദെൻ കോസ്റ്റ് എഫക്റ്റീവ് ഹാർഡ്വെയർ ആൻഡ് ഡ്രൈവർ സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതൊക്കെ കൂടി കമ്പൈൻ ചെയ്തിട്ടാണ്. മുന്നത്തെ കേസിലായിരുന്നെങ്കിൽ ഒരു ഹാർഡ്വെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹിയർ യു ഹാവ് യൂസർ ഫ്രണ്ട്ലി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് ഡ്രൈവർ സോഫ്റ്റ്വെയർ ടുഗദർ performing the functions of traditional instruments. Okay, so to test, control and design applications making accurate analog and digital instrument measurements. അപ്പോൾ അതാണ് മെയിനായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ടെസ്റ്റ്, കൺട്രോൾ ആൻഡ് ഡിസൈൻ ആപ്ലിക്കേഷൻസിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള അനലോഗ് ഡിജിറ്റൽ മെഷർമെൻറ്റ്സ് നമുക്ക് കിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഫ്ലെക്സിബിൾ ആണ്.
The primary difference between the hardware instrumentation and virtual instrumentation is that software is used to replace a large amount of hardware. ഇപ്പോൾ മറ്റേ നമ്മളെ കൺവെൻഷനിൽ വേണമെങ്കിൽ നമുക്ക് ഹാർഡ്വെയർ ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയാം. അതിൽ വെറും ഹാർഡ്വെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹിയർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ഹാർഡ്വെയർ ഈസ് റീപ്ലേസ് വിത്ത് റീപ്രോഗ്രാമബിൾ സോഫ്റ്റ്വെയർ. ഓക്കെ, സോ സോഫ്റ്റ്വെയർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഫുള്ളി റീപ്ലേസ്ഡ് അല്ല, എന്നാലും ഓൾമോസ്റ്റ് വലിയ പാർട്ടിനൊക്കെ വേണമെങ്കിൽ നമുക്ക് സുഖമായിട്ട് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം, പ്രോഗ്രാംസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ആൻഡ് ദ സോഫ്റ്റ്വെയർ എനേബിൾസ് കോംപ്ലക്സ് ആൻഡ് എക്സ്പെൻസീവ് ഹാർഡ്വെയർ ടു ബി റീപ്ലേസ്ഡ് ബൈ ഓൾറെഡി പർച്ചേസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ഓക്കെ, ഇപ്പോൾ എക്സിസ്റ്റിംഗ് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിലോട്ട് അതിനെ കൊണ്ടുവരാൻ പറ്റുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ എന്താ പറയുക എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹാർഡ്വെയറിന് ത്രൂ ദിസ് പ്രോഗ്രാം. ഓക്കെ, ആൻഡ് യൂസിങ് VI we can also control external hardware devices from the desktop computer and for displaying. നമുക്ക് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനും ഡിസ്പ്ലേ കാണാനും ഒക്കെ റിമോട്ടായിട്ട് ഇരുന്ന് കാണാനൊക്കെ പറ്റും എന്നുള്ളതാണ് വിർച്വൽ ഇൻസ്ട്രുമെന്റേഷൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു കമ്പ്യൂട്ടറൈസ് സിസ്റ്റംസ് ഫോർ കൺട്രോളിംഗ് പ്രോസസ്സസ് ബേസ്ഡ് ഓൺ ഡാറ്റ കളക്റ്റഡ് ആൻഡ് പ്രോസസ്ഡ് ബൈ എ കമ്പ്യൂട്ടറൈസ്ഡ് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമുക്കത് ഡാറ്റ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുള്ളതിനെ പ്രോസസ്സ് ചെയ്ത് അതിനനുസരിച്ചും കൺട്രോൾ സുഖമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വരുന്നത്. ആൻഡ് വിർച്വൽ ഇൻസ്ട്രുമെന്റേഷൻ ബേസിക്കലി കമ്പൈൻസ് മെയിൻ സ്ട്രീം കമേഴ്ഷ്യൽ ടെക്നോളജീസ് സച്ച് ആസ് personal computer with flexible software and wide variety of measurement and control hardware. ഓക്കെ, ഓൾറെഡി പറഞ്ഞാണ് നമുക്കൊരു PC-യിൽ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. അതിൽ സോഫ്റ്റ്വെയർ പ്ലസ് നമ്മുടെ ഫ്ലെക്സിബിൾ വെറൈറ്റി മെഷർമെൻറ്റ് കൺട്രോൾ ഹാർഡ്വെയർ ഉണ്ടായിരിക്കും. ആൻഡ് ദ ഫ്രണ്ട് പാനൽ കൺട്രോൾ ഫംഗ്ഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഡ്യൂപ്ലിക്കേറ്റഡ് ത്രൂ ദ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ്. അപ്പോൾ നമുക്കിതിൽ കാണുന്ന സാധാരണ ഒരു എന്താ പറയുക പ്യുവർ ഹാർഡ്വെയർ സെറ്റപ്പിൽ കാണുന്ന ഒരു ഫ്രണ്ട് പാനൽ ഉണ്ടാവുമല്ലോ, ആ ഫ്രണ്ട് പാനൽ കൺട്രോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് വഴി അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈസിലി നമുക്കത് കാണാനും ആക്സസ് ചെയ്യാനൊക്കെ പോസിബിൾ ആണ്. ആൻഡ് ഇപ്പോൾ ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും റീസെൻ്റ് ഒന്നല്ല, 1970s വന്നിട്ടുള്ളതാണ്. ആൻഡ് വിത്ത് വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയേഴ്സ് ആൻഡ് സയൻറ്റിസ്റ്റ് റെഡ്യൂസ് ദ ഡെവലപ്മെൻറ്റ് ടൈം, ഡിസൈൻ ഹൈയർ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആൻഡ് ലോവർ ദ ഡിസൈൻ കോസ്റ്റ്. ഇപ്പോൾ ഇത് വന്നതോട് കൂടിയിട്ട് വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ വന്നതോടുകൂടി നമുക്ക് പല സംഭവങ്ങളുടെയും പല എന്താ പറയുക പുതിയ കോമ്പോണൻസിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ് ടൈം വളരെ കുറയ്ക്കാൻ പറ്റി. നമുക്ക് ഹൈ ക്വാളിറ്റി ഡിസൈൻ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ പറ്റി. അതിൻ്റെ ഡിസൈൻ കോസ്റ്റ് കുറയ്ക്കാനും പറ്റി എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് വരുന്നത്. ആൻഡ് വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഈസ് ആക്ച്വലി നെസസറി ബിക്കോസ് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നമുക്ക് ഫ്ലെക്സിബിൾ ആണ്, പ്രോഗ്രാമബിൾ ആണ്. ഇറ്റ് ഹാസ് എ സോഫ്റ്റ്വെയർ പാർട്ട് വിച്ച് ക്യാൻ ബി reprogrammed according to our needs. So that is the reason why it is most necessary. Okay, so moving on, it delivers the instrumentation with the rapid adaptability required for today's concept, product and process design, development and delivery. Okay, ഇപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എല്ലാം റാപ്പിഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ എല്ലാ ഫീൽഡിലും നമുക്ക് വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് വിർച്വൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ഡിഫൈൻഡ് ബൈ ദ യൂസർ വൈൽ ട്രഡീഷണൽ ഇൻസ്ട്രുമെൻറ്റ് ഹാവ് ഫിക്സഡ് വെണ്ടർ ഡിഫൈൻഡ് ഫംഗ്ഷനാലിറ്റി. ഇതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ്. വിർച്വൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ഡിഫൈൻഡ് ബൈ ദ യൂസർ വൈൽ ട്രഡീഷണൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഹാവ് ഫിക്സഡ് വെണ്ടർ ഡിഫൈൻഡ് ഫംഗ്ഷനാലിറ്റി. വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷനിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാം, യൂസർക്ക് പ്രോഗ്രാം ചെയ്യാം. അതായത് യൂസർക്ക് അതിനെ യൂസറുടെ ആവശ്യത്തിനനുസരിച്ച് ചെറുതായിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റേ നമ്മുടെ ട്രഡീഷണൽ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ ഇറ്റ് ഹാസ് ഫിക്സഡ് vendor defined functionality. Vendor ആണ് അത് ഡിഫൈൻ ചെയ്ത് തരുന്നത്. ആൻഡ് എവറി വിർച്വൽ ഇൻസ്ട്രുമെന്റ് കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ് ബേസിക്കലി. ഓൾറെഡി നമ്മൾ പറയുന്നത് സോഫ്റ്റ്വെയർ പാർട്ട് ആൻഡ് ഹാർഡ്വെയർ പാർട്ട്. ഓക്കെ, ആൻഡ് വിർച്വൽ ഇൻസ്ട്രുമെന്റ് പ്രൊവൈഡ്സ് ഓൾ ദ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ നീഡഡ് ടു അക്കംപ്ലിഷ് ദ മെഷർമെന്റ് ഓർ എ പെർട്ടിക്കുലർ കൺട്രോൾ ടാസ്ക്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടാസ്കിനുള്ള വിർച്വൽ ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻസ്ട്രുമെന്റ് അല്ല, ആ സോഫ്റ്റ്വെയറും ഇൻസ്ട്രുമെന്റും കൂടിയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലാബ് വ്യൂ ൻ്റെ കേസ് ആണെങ്കിൽ ലാബ് വ്യൂ സോഫ്റ്റ്വെയർ പ്ലസ് അഡീഷണൽ ഹാർഡ്വെയർ ആക്സസറീസ് ഉണ്ടായിരിക്കും. ഓക്കെ, കമ്മിങ് ടു ദ കോമ്പോണൻസ് ഓഫ് വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ. ഇപ്പോൾ ബ്ലോക്ക് ഡയഗ്രാം എന്നുള്ള രീതിയിലേക്ക് പോകുന്നതിന് മുന്നേ ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു കോമ്പോണൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ പോകാവുന്നതാണ്. സോ വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ കമ്പൈൻസ് പ്രൊട്ടക്റ്റീവ് സോഫ്റ്റ്വെയർ, മോഡുലാർ IO ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് സ്കെയിലബിൾ പ്ലാറ്റ്ഫോംസ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ, ഇതിൻ്റെ ഒരു എന്താ പറയുക കോമ്പിനേഷനാണ് നമ്മൾ വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റീവ് സോഫ്റ്റ്വെയർ വിത്ത് മോഡുലാർ IO ആൻഡ് synchronizing platform or scalable platforms. Okay,
So the virtual instrumentation uses highly productive software. Highly productive ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ് യൂസ് ചെയ്യുന്നത്. യൂസസ് മെയിൻലി സിംബോളിക് ഓർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഗ്രാഫിക്കൽ പ്രോഗ്രാമിംഗ് ആണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. അതായത് നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആയിട്ടുള്ള ഐക്കൺ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. നമുക്ക് കോഡ് ഇങ്ങനെ എഴുതി ഉണ്ടാക്കൊന്നും വേണ്ട. ഓക്കെ, സി പ്രോഗ്രാമിംഗ് അങ്ങനത്തെ ഓരോന്ന് പോലെ. And it has modular IO designed to be rapidly combined in any order or quantity to ensure that virtual instrumentation can both monitor and control any development aspect. Okay. Then using well-defined software drivers for modular IO, engineers and scientists quickly can access functions during concurrent operation. Concurrent operation ഇടയിൽ വരെ നമുക്ക് functions ഓരോന്നും കറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും പ്രോപ്പർ ആയിട്ടുള്ള using well-defined ആയിട്ടുള്ള software drivers for this modular IOs. Then finally we have the commercial synchronizing platforms. Often enhanced with accurate synchronization, ensures that the virtual instrumentation takes advantage of the very latest computer capabilities and data transfer technologies. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെറ്റർ ഏറ്റവും ഫാസ്റ്റസ്റ്റ് കമ്പ്യൂട്ടർ കാപ്പബിലിറ്റീസും ഡാറ്റ ട്രാൻസ്ഫർ ടെക്നോളജീസും ഒക്കെ ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഈ വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷനിലേക്ക് കൊണ്ടുവരാനും അതിനെ കുറച്ചും കൂടിയും ബെറ്റർ ആക്കാനും പറ്റും. ഓക്കെ, ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്നുള്ള രീതിയിൽ നമുക്കിവിടെ പറയാവുന്നതാണ്. സോ മെയിൻലി ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് മോഡ്യൂളാണ്. അപ്പോൾ പ്രോസസ്സിംഗ് മോഡ്യൂളാണ് ഇതിൽ സെൻറ്ററിൽ നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ ഓരോ സൈഡുകളിലും നിൽക്കുന്നത് എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ടു ദ ലെഫ്റ്റ് വി ഹാവ് ദ ഇൻഫർമേഷൻ സിസ്റ്റം ഇൻ്റർഫേസ്. അപ്പോൾ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്, അതിന് ഇൻ്റർഫേസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ടു ദ റൈറ്റ് വി ഹാവ് ദ ഡാറ്റാബേസ്. അപ്പോൾ അതിന് ഇൻ്റർഫേസ് അതാണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ താഴെ ഒരു സെൻസർ ഇൻ്റർഫേസ് ഉണ്ട്. അപ്പോൾ അതൊരു സെൻസർ മോഡ്യൂളിനെയാണ് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ്. ദെൻ ടോപ്പിൽ ഒരു യൂസർ ഇൻ്റർഫേസ്, ഡിസ്പ്ലേ ആൻഡ് കൺട്രോൾ. ഇത്രയാണ് ഇതിൻ്റെ പാർട്സ് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ സെൻസർ മോഡ്യൂൾ ഉണ്ട് ബേസിക്കലി. അപ്പോൾ അതിനൊരു സെൻസർ ഇൻ്റർഫേസ് ഉണ്ട്, ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്, അതിന് ഇൻ്റർഫേസ് ഉണ്ട്. ദെൻ പ്രോസസ്സിംഗ് മോഡ്യൂൾ, അതാണ് അതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. ദെൻ ഡാറ്റാബേസും അതിൻ്റെ ഇൻ്റർഫേസും യൂസർ ഇൻ്റർഫേസ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രാം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നത്. ഓക്കെ, മെയിൻലി ഇപ്പോൾ ഇത്ര ഓർക്കാനുള്ളൂ. പ്രോസസ്സിംഗ് മോഡ്യൂൾ, ഇൻഫർമേഷൻ സിസ്റ്റം, ഡാറ്റാബേസ്, സെൻസർ. ദെൻ അപ്പോൾ അതിനൊക്കെയുള്ള ഇൻ്റർഫേസുകളും വേണം. ദെൻ ടോപ്പിൽ യൂസർ ഇൻ്റർഫേസ്, ഡിസ്പ്ലേയും കൺട്രോളൊക്കെ വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ ജസ്റ്റ് ബ്രീഫായിട്ട് ഒന്ന് പറയാം എന്നത് മാത്രമേ തന്നെയുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ പറയാം. സോ ഫസ്റ്റ് ഈസ് എ സെൻസർ മോഡ്യൂൾ. സെൻസർ മോഡ്യൂൾ ഡിറ്റക്ട്സ് ദ ഫിസിക്കൽ സിഗ്നൽ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ പാർട്ടിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് മാത്രം. സോ സെൻസർ മോഡ്യൂൾ ഡിറ്റക്ട്സ് ദ ഫിസിക്കൽ സിഗ്നൽ ആൻഡ് ട്രാൻസ്ഫോംസ് ഇൻ ടു ഇലക്ട്രിക്കൽ ഫോം, conditions the signal, and then into digital form for further manipulation. Okay, and a sensor module principally consists of three main parts: the sensor, the signal conditioning part, and the analog to digital AD converter part. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. And once the data are in digital form on a computer, they can be displayed, processed, mixed, compared, stored in a database, or converted back to analog ഫോം ഫോർ ഫർദർ പ്രോസസ് കൺട്രോൾ. ഓക്കെ, അപ്പോൾ ഇത് എന്ത് വേണമെങ്കിലും അതിന് ശേഷം നടക്കാവുന്നതാണ്. ദെൻ ഇസ് എ സെൻസർ ഇൻ്റർഫേസ്. സോ സെൻസർ ഉണ്ടെങ്കിൽ അതിനൊരു ഇൻ്റർഫേസ് വേണം. നേരെ എന്തിലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ മെയിൻ പാർട്ടിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഇൻ്റർഫേസസ് ദ interfaces used for communication between sensor module and the computer. അപ്പോൾ അതിൻ്റെ മെയിൻ പാർട്ട് കമ്പ്യൂട്ടറിനായിട്ട് എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു വയേർഡും വയർലെസ്സും വരുന്നുണ്ട്. സോ വയർഡ് ഇൻ്റർഫേസസ് ആർ യൂഷ്വലി ഐദർ സ്റ്റാൻഡേർഡ് പാരലൽ ഇൻ്റർഫേസസ് ലൈക്ക് GPIB, SCSI, സിസ്റ്റം ബസ്സസ് ബി. അപ്പോൾ ഇങ്ങനെ ഓരോ സീരിയൽ ബസ്സസ് ആയിരിക്കാം. ചിലപ്പോൾ RS232 USB ഇൻ്റർഫേസസ് എന്ത് വേണമെങ്കിലും ആയിരിക്കാം വയേർഡ് ആണെങ്കിൽ. അതേപോലെ തന്നെ വയർലെസ് ഇൻ്റർഫേസസ് ആർ ഇൻക്രീസിംഗ്ലി യൂസ് ബിക്കോസ് ഓഫ് കൺവീനിയൻസ്. ടിപ്പിക്കൽ ഇൻ്റർഫേസസ് ഇൻക്ലൂഡ് 802.11 ഫാമിലി, ദെൻ ബ്ലൂടൂത്ത്, GPRS, GSM, എന്ത് ഇൻ്റർഫേസുകൾ വേണമെങ്കിലും ആവാം. അപ്പോൾ അതാണ് ഇൻ്റർഫേസ്. ഡയറക്റ്റ് കണക്ഷൻ വരുന്നില്ല, അവരെ കണക്ട് ചെയ്യിപ്പിക്കുന്നതാണ് കമ്പ്യൂട്ടറിനായിട്ട്. ദെൻ ഈസ് എ പ്രോസസ്സിംഗ് മോഡ്യൂൾ. പ്രോസസ്സിംഗ് മോഡ്യൂളാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻറ്റഗ്രേഷൻ ഓഫ് മൈക്രോ പ്രോസസ്സേഴ്സ് അലൗഡ് ഫ്ലെക്സിബിൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സൊഫിസ്റ്റിക്കേറ്റഡ് പ്രോസസ്സിംഗ് ഫംഗ്ഷൻസ്. അപ്പോൾ ഈ എന്താ പറയുക മെയിൻലി അതൊരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മൈക്രോ പ്രോസസ്സർ ആയിരിക്കാം. ഇപ്പോൾ അതൊക്കെ കമ്പ്യൂട്ടറായി മാറിയിരിക്കുന്നു. സോ സിമ്പിൾ ഒരു മൈക്രോ പ്രോസസ്സർ അതിലേക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് എന്താ ഫ്ലെക്സിബിൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സൊഫിസ്റ്റിക്കേറ്റഡ് പ്രോസസ്സിംഗ് ഫംഗ്ഷൻസ് വേർ made easy. Okay, then since the little dependency of VAs on dedicated hardware, functionality and appearance of VA may be completely changed utilizing various processing functions. Okay,
Then processing functions used in virtual instrumentation may be classified as analytical processing and artificial intelligence techniques. അപ്പോൾ ഈവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നിക്സ് വരെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അനലറ്റിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ആയിട്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ദെൻ വി ഹാവ് ദ ഡാറ്റാബേസ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ഇൻ്റർഫേസ് മൊഡ്യൂൾ. ഓക്കെ, സോ ഡാറ്റാബേസും ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ പറഞ്ഞതാണ് ടു ദ റൈറ്റും ടു ദ ലെഫ്റ്റും ഉണ്ടായിരുന്നത്. സോ കമ്പൈൻ ചെയ്തിട്ടാണ് പറയുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അലൗസ് മെഷേർഡ് ഡാറ്റ ടു ബി സ്റ്റോർഡ് ഫോർ ഓഫ്ലൈൻ പ്രോസസ്സിംഗ് ഓർ ടു കീപ് റെക്കോർഡ്സ്. അപ്പോൾ നമുക്ക് മെഷേർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഓഫ്ലൈൻ അതിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. സോ സെവറൽ കൺകറൻ്റ്ലി അവൈലബിൾ ഡാറ്റാബേസ് ടെക്നോളജീസ് ആർ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റാബേസ് ടെക്നോളജീസ് പറഞ്ഞതാണ്. എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് XML ഉണ്ടാവും, SQL സെർവർ ഉണ്ടാവും, ഒറാക്കിൾ ഇപ്പോൾ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ദെൻ വിർച്വൽ ഇൻസ്ട്രുമെന്റ്സ് ആർ ഇൻക്രീസിംഗ്ലി ഇൻറ്റഗ്രേറ്റഡ് വിത്ത് അതർ ഇൻഫർമേഷൻ സിസ്റ്റം സച്ച് ആസ് റിയൽ ടൈം അലേർട്സ് ആൻഡ് പ്രെഡിക്റ്റീവ് വാർണിംഗ്സ്. അപ്പോൾ ഇത് വേറെ പലതിനായിട്ടും റിലേറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, വേറെ സിസ്റ്റം ഇൻഫർമേഷൻ സിസ്റ്റംസിനായിട്ട്, ലൈക്ക് റിയൽ ടൈം അലേർട്സ്, പ്രെഡിക്റ്റീവ് വാർണിംഗ്. അപ്പോൾ അതിനാണ് അവിടുത്തെ നമ്മളുടെ ഇൻഫർമേഷൻ സിസ്റ്റം മോഡ്യൂളും അതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഡാറ്റാബേസ് നമുക്ക് ഇത് ഓഫ്ലൈനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ, അതിൻ്റെ ഇൻ്റർഫേസ് അതിന് വേണ്ടിയിട്ട്. ദെൻ യൂസർ ഇൻ്റർഫേസ് ആൻഡ് ഡിസ്പ്ലേ ആൻഡ് കൺട്രോൾ. സോ ഫൈനലി നമുക്കൊരു യൂസർ ഇൻ്റർഫേസ് വേണമല്ലോ, ഡിസ്പ്ലേ ആൻഡ് കൺട്രോൾ. So the terminal user interfaces, graphical user interfaces, graphical user interface, multimodal user interfaces and virtual ആൻഡ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഇൻ്റർഫേസസ്. അപ്പോൾ ഇങ്ങനെ പല പോസിബിലിറ്റികളുണ്ട്. നമുക്ക് ഗ്രാഫിക്കൽ യൂസർ ആയിരിക്കാം, ഇൻ്റർഫേസ് ആയിരിക്കാം, അല്ലെങ്കിൽ മൾട്ടി മോഡൽ യൂസർ ഇൻ്റർഫേസ് ആയിരിക്കാം, ആൻഡ് വിർച്വൽ ആൻഡ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഇൻ്റർഫേസ് ആയിരിക്കാം. അവസാനം നമുക്ക് ആ യൂസർക്ക് എങ്ങനെ അത് കാണാം എന്നുള്ളത്. ആൻഡ് എഫക്റ്റീവ് യൂസർ interface for presentation and control of virtual instrument effects, efficiency and precision of an operator to do the measurements and facilitates to the result interpretation. Okay, then the main application domain for this is graphical user interface. So mainly graphical user interface ആണ് ഇതായിട്ട് വരുന്നത്. ഇത്രയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നുള്ളൂ. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പോകേണ്ട കാര്യമില്ല. ബേസിക് ആയിട്ടുള്ള ഓവർവ്യൂ പോലെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ.